ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് കട്ടാക്കിയ അങ്ങനെ ഇന്ന് ഞങ്ങളെ ചോറ് കൂട്ടാനൊക്കെ ആവാൻ നേരം വൈകി. ഇപ്പളാട്ടോ സമയം 1:30 കഴിഞ്ഞു. ഞങ്ങള് ചോറ് ഇതാ ചിന്ന ഊറ്റിയോണ്ട് നിൽക്കാണ്. കറി റെഡിയായി. ഇന്ന് ചോറും കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇന്നലെ കല്യാണത്തിന് പോയി വന്ന് കൊറേ തിരുമ്പാണ്ടായി. പിന്നെ നല്ല വെയിലും കേട്ടോ. അപ്പൊ ആദ്യം തിരുമ്പിയത് കൊറേ പുറത്തേക്ക് ഇടാൻ. ഇപ്പൊ അയലൊക്കെ കാലിയായിന്, ഒക്കെ പുറത്തേക്ക് ഇട്ടേനോട്. ഏതായാലും നല്ല വെയിലിട്ടീന്. അതാ അപ്പം ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. ഒന്ന് കളിച്ചാൻ പോയവരൊക്കെ ഉച്ചയായി പെരയിലെത്തീനില്ലേ. രാവിലെ കളിച്ചാൻ പോയവരൊക്കെ പെരയിലെത്തീന്. അപ്പൊ ഐസമോളില്ല, ഓള് താഴത്തെ പെരയിൽ പോയിന്. അതിന് കല്യാണത്തിന് ബാസിയും ഇപ്പി കല്യാണത്തിന് പോയപ്പോ ഓനും പോയിന് കേട്ടോ കല്യാണത്തിന്. അപ്പൊ എന്താ പിന്നെ എല്ലാരെയും വിശേഷം? സുഖാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പൊ ഞങ്ങള് ഇന്നലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മിട്ടീന് ഷോർട്ടില്. അപ്പൊ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കി. അപ്പൊ അതിന് കൊറേ വ്യൂസ് ഒക്കെ കിട്ടിയില്ലേ. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് അത്ര വ്യൂസ് ഇട്ടത് കേട്ടോ. ഒരു വീഡിയോക്കും അത്ര കിട്ടിയില്ലല്ലോ. നമ്മളത് ഒരു 5000 പോയത് ഏതാ വെച്ചാല് നമ്മള് ബീച്ചിക്ക് നോമ്പുറക്കാൻ പോയാന്ന് ജോമോ എടുത്ത വീഡിയോ. അത് നമ്മളെ അളച്ചനാട്ടോ ജോമോന്. അതിന് 5000 വ്യൂസ് ഉണ്ടായി. ഇത് പക്ഷെ അതൊക്കും മേലെ കേറിപ്പോയില്ലേ. എന്താ അറിയില്ല. ഏതായാലും ഞാൻ ലിപ്സ്റ്റിക്ക് പിന്നെ നമ്മള് പെരുന്നാക്കറ്റെ അങ്ങനെ ഇടൊന്നുമില്ല കേട്ടോ. പെരേന്ന് തന്നെ ഞങ്ങള് പൗഡർ ഇതൊന്നും ഇടൂല. മുടി കെട്ടൂല കേട്ടോ. വാരൊന്നുമില്ല. ചിന്നു ചെലപ്പൊക്കെ വാരും. ഞാൻ കിങ്ങിയ നടക്കും. എവിടേക്കെങ്കിലും പോകുമ്പോ അങ്ങനെ വാർന്ന് കെട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പൊ ഇതാക്കണ റൈസ് കുക്കറിൽ വെച്ചാട്ടോ. പിന്നെ തീ കൂട്ടാനൊന്നും നേരം ഉണ്ടായില്ല. അപ്പൊ റൈസ് കുക്കറിൽ വെച്ച് ബീഫ് കറി ഇതാ റെഡി ആയിരുന്നു. ഇനി ഇത് കൂട്ടി തിന്ന പപ്പടം ഉണ്ടോന്നുണ്ട്, അത് പൊരിച്ചും ചെയ്യാം. പപ്പടും പൊരിക്കട്ടോ. അപ്പൊ എത്രയാണ് നമുക്കൊന്ന് ചോറുക്ക് കൂട്ടാനില്ലേ. സാധാരണ നമ്മള് വരട്ടലാട്ടോ, കറി അങ്ങനെ വെക്കല്ലേ. ഇന്ന് കറിയാക്കി മൊത്തത്തിൽ. അപ്പൊ പിന്നെ കറി തരണ്ടല്ലോ വിചാരിച്ചാണ്ട് ഇന്ന് കറിയാക്കി. ഒറ്റ കറി ഒറ്റ ചോറും. ഒന്നാമത് നേരെ വൈകിട്ടോ കുട്ടികളൊക്കെ ചോറിന് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കുട്ടികളൊന്നും ഇല്ലാത്തതിനോട് ഇല്ലേ പോലെ പിടിച്ചിറക്കും. പിന്നെ ഞാൻ ഇന്നലെ പോയില്ല കേട്ടോ. ഞാൻ പോവാനില്ല. ഞാൻ എന്റെ സാധനമൊക്കെ ബാഗിലൊക്കെ നിറച്ച് ഞാൻ ചിലപ്പോ പോവാനേ വിചാരിക്കാത്ത സമയത്ത് പോകാ അറിയുമ്പോ എന്റെ പോക്ക് നടക്കൂല. അപ്പൊ ഇന്ന് ഞാൻ എന്താന്ന് അറിയില്ല. വൈകുന്നേരം ആയാലേ അറിയുള്ളൂ. ഇന്നലെ മാറ്റിക്കോന്നൊക്കെ പറഞ്ഞ് വന്ന ആള് പിന്നെ കൊണ്ടാക്കി. ഇന്ന് ഞാൻ അങ്ങനെ അറിയില്ല. കൊണ്ടാക്കാണെങ്കിൽ പോകും. ഒറ്റക്ക് പോകാൻ അറിയാഞ്ഞിട്ടല്ല അല്ലേ. പിന്നെ അവിടെ നിർത്തി. അല്ലോ വെറുതെ പറയട്ടെ, സീരിയസ് ആക്കി എടുക്കരുതല്ലേ നമ്മൾ പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല്. ചിന്നു കഞ്ഞിവെള്ളം അവിടെ കൊണ്ടുവയ്ക്കാൻ പോവാണ്. അപ്പൊ അടുക്കളയിൽ അയലുമത്തെ സാധനങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടൊന്ന് വെയിലറച്ചതിനോട് ഒറ്റ വെയിലറച്ചപ്പോ ചൂടായി. തിരുമ്പിയത് വന്നു. ഒറ്റ വെയിലാണ് മര്യാദക്ക് അരച്ചപ്പോത്തിനും എല്ലാം ചൂടായി. എന്തായാലേ ഇതുവരെ മഴയോണ്ട് ഏറ്റവും ആകെ വെള്ളം ഇത് വെയിലരച്ചപ്പോ മഴ പെയ്തൊരു ഇതേയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ചോറ് തിന്നട്ടെ. ചോറായിന് ഇല്ലേ ചിന്നു. പിന്നെ ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം. അതന്ന് പിന്നെ ഫൈനലി ഉറപ്പായി ഞങ്ങൾ പോകുക എന്നുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുക കേട്ടോ. അപ്പം ഉമ്മ അവിടെ അല്ല, ഉമ്മാൻ്റെ ഉടിയിലാണ്. ഉമ്മ അങ്ങോട്ട് വരും വെക്കാറ്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അമ്മമാർ കൊണ്ടുവന്നാക്കാറാണ്. ഉമ്മക്ക് സുഖമില്ലാത്തതിനോട് കേട്ടോ. അപ്പം ഞങ്ങൾ പോവാനൊക്കെ റെഡിയായി. സെമി പണി തേക്കുന്നപ്പോൾ പോവാറ് കേട്ടോ. പോവാനൊക്കെ റെഡിയായി. ചിന്നു റൂമിലാട്ടോ. ചിന്നുവിനെ വിളിച്ച് പറയട്ടെ പോവാണെന്നുള്ളത്. ഐസമോളെ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ അതാ ഞാൻ ഇവിടെ എത്തിട്ടോ, ഇൻ്റോടെ എത്തിയിട്ട് കുറേ നേരമായിട്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇവിടെ ഇമ്മയൊന്നും ഇല്ല കേട്ടോ, അമ്മക്ക് സുഖമില്ലാഞ്ഞിട്ട് അമ്മൻ്റെ കൂടെ ഇനി ഇമ്മമ്മ അതേപോലെ അമ്മായിൻ്റെ കൂടെ ആട്ടോ. ഇമ്മ അവിടെ എല്ലാത്തിനോട് മൂത്താപ്പാൻ്റെ കൂടെ ഇനി പിന്നെ നടന്ന് അമ്മായിൻ്റെ കൂടെ പോയിട്ടോ. അപ്പം ഞാൻ വന്ന് അപ്പം ഉമ്മനോട് വരാൻ പറഞ്ഞാണ്ട് അങ്ങനെ ഉമ്മ വന്ന് ഞാനും ഉമ്മയും ഒപ്പായിട്ട് എത്തിയത്. അപ്പം ഇനി ഇവിടെയൊക്കെ ആകൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അടിച്ചിട്ട പരിയായിട്ട് എന്തോ ഒരു കുമ്മലും അതേപോലെ നിലമൊക്കെ ആകെ പൊടിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചേരിയിട്ടുള്ളൂ കേട്ടോ. ഇനി നാളെയാണ് മൊത്തത്തിൽ തട്ടിക്കൊട്ടി അടിച്ചേരി തുടക്കമൊക്കെ വേണ്ട. ഉമ്മക്ക് നല്ല പനിയാണ് കേട്ടോ, ഉമ്മക്ക് സുഖമില്ലാഞ്ഞിട്ട് അങ്ങനെ പോയതേ കേട്ടോ, ഒറ്റക്കും അല്ലേ. അപ്പം കൊണ്ടുപോയത് എനിട്ടോല് വന്നിട്ടാണ്ട്. അപ്പം ഇനി ഫുള്ള് നാളെ ഇവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ. കാരണം ആകെ ബെഡും എന്തൊക്കെ ഒരു കുമ്മൽ ഇങ്ങനെ നമ്മൾ അടിച്ചിട്ടതായിട്ട് 3-4 ദിവസം ആയില്ല അപ്പം അടിച്ചിട്ടിട്ട്. പിന്നെ പൊടിയും അതും ഉണ്ട്. വന്ന് ബാത്റൂമത്തല്ലേ ഔട്ട് ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ സ്വിച്ച് ഇട്ട് ഓഫാക്കിയിട്ട് അങ്ങനെ ആക്കിയപ്പോഴാണ് ഓണായത്. കാരണം ഇങ്ങനെ ഉപയോഗിച്ച സാധനം പെട്ടെന്ന് അങ്ങനെ നിൽക്കല്ലേ കുറേ ദിവസം. അപ്പം അങ്ങനെ ഇവിടെ എത്തിയിട്ട് കുറേ നേരമായിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കണ മോളുണ്ട്. അപ്പം അങ്ങനെ കേട്ടപ്പോൾ നാളെ നേരെ വെളുത്തിട്ട് വേണം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചേരി കണ്ടാട് ഉള്ളിലാട്ടോ. നാളെ നല്ലോ തുടച്ചൊക്കെ വൃത്തിയാക്കണം. ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് തിരുമ്പണം. ഒക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇതായിക്കണം. പിന്നെ മഴയല്ലേ ഇന്നലെ ഇന്നും ഇന്നലെ വെയിൽ, അതിൻ്റെ മുന്നൊക്കെ മഴയാണല്ലോ. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റ, ബൈ ബൈ.